ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ കൂടുതലും ചിക്കൻ്റെ ബോണാണ് എടുത്തിട്ടുള്ളത്. കാരണം ഏട്ടനിവിടെ ചിക്കൻ്റെ ബോൺ എടുത്ത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കാം. ഞാനിവിടെ വേറെ കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല, നോർമൽ മസാല തന്നെ ധാരാളം. എന്ന് വെച്ച് ടേസ്റ്റിന് യാതൊരു കുറവില്ല കേട്ടോ. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവോള എടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഈ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അടിപൊളിയായി മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോ പീസായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ഓയിൽ കുറച്ച് മാറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ സമയം തന്നെ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. സവാള ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മസാല ചേർക്കാവുന്നതാണ്. 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഈ സമയം മസാല കരിഞ്ഞു പോലെ ശ്രദ്ധിക്കണേ. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ സോസേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാവുന്നതാണ്. ഇനി മസാലയുടെ ടേസ്റ്റ് ചിക്കനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ ഇതിലും നല്ലൊരു കോംബോ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഞങ്ങൾക്കിവിടെ പത്തിരിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അവസാനമായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ ഭംഗിയാണ്, കുറച്ചുകൂടെ ടേസ്റ്റുമാണ്. അപ്പം നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കാണാൻ ഭംഗിക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.